സോ ഗൈസ് ക്രഞ്ചി റോളിന്റെ ആനിമി അവാർഡ് നടന്നിട്ടുണ്ടായിരുന്നു. സംഭവം എന്ന് വെച്ചാൽ നമ്മുടെ ക്രഞ്ചി റോൾ കുറേ ആനിമിക്കൊക്കെ അവാർഡ് കൊടുത്തിട്ടുണ്ട്. എന്ന് വെച്ചാൽ അംഗീകരിക്കേണ്ട സാധനത്തിനൊന്നും ക്രഞ്ചി റോൾ അവാർഡ് കൊടുത്തിട്ടില്ല. ബാക്കി എല്ലാത്തിനും ക്രഞ്ചി റോൾ വാരിക്കോരി അവാർഡ് കൊടുത്തിട്ടുണ്ട്. ഇവർ ആവശ്യമില്ലാത്ത കുറേ സാധനത്തിനൊക്കെ ഇവർ അവാർഡ് കൊടുത്തിട്ടുണ്ട്. അതൊക്കെ പോട്ടെന്ന് വെക്കാം. പക്ഷെ ഒരു സാധനം മാത്രം ഞാൻ കണ്ടപ്പം ഞാൻ തന്നെ വിചാരിച്ചു ഞാൻ എന്തോ പൊട്ടനാണോ. മാത്രമല്ല എല്ലാവരും ലിറ്ററലി വിചാരിച്ചു പോയി പൊട്ടന്മാരായി പോയോന്ന് നമ്മൾ. അതുകൊണ്ട് തന്നെ ഇന്നത്തെ ദിവസമാണെങ്കിൽ നമ്മുടെ ക്രഞ്ചി റോള് ഏതൊക്കെ ആനിമീസിനാണ് അവാർഡ് കൊടുത്തതെന്ന് നമ്മൾ മുഴുവനായിട്ടും തന്നെ നോക്കാൻ വേണ്ടി പോവുകയാണ്. ആദ്യം തന്നെ പറയാൻ വേണ്ടിയുള്ളത് ദ ബെസ്റ്റ് കോമഡി ആനിമി അവാർഡ് കിട്ടിയിരിക്കുന്നത് നമ്മുടെ മാഷലിനാണ്. കിട്ടിയിരിക്കുന്നത് ദ ബെസ്റ്റ് സ്കോറിംഗ് ആനിമി, അത് സോളോ ലെവലിങ്ങിനാണ്. അപ്പോൾ ഇത് കൊടുക്കാനുള്ള കാരണം എന്ന് വെച്ചാൽ നമ്മുടെ ക്രഞ്ചി റോളിൻ്റെ അകത്തുള്ള ഒരുപാടധികം റെക്കോർഡ്സ് നമ്മുടെ സോളോ ലെവലിലേക്ക് പൊട്ടിച്ചിട്ടുണ്ടായിരുന്നു. കാരണത്താലാണ് ഈ അവാർഡ് നമ്മുടെ സോളോ ലെവലിംഗ് പോയിരിക്കുന്നത്. പിന്നെ ദ ബെസ്റ്റ് മെയിൻ ക്യാരക്ടറിനുള്ള അവാർഡ് നമ്മുടെ സോളോ ലെവലിംഗ് ആണ് എടുത്തിരിക്കുന്നത്. അത് വേറെ ആരുമല്ല, നമ്മുടെ സങ് ജിൻവൂനാണ് കിട്ടിയിരിക്കുന്നത്. ദ ബെസ്റ്റ് ആക്ഷൻ ആനിമി എന്ന് പറഞ്ഞ അവാർഡ് നമ്മുടെ സോളോ ലെവലിംഗിന് തന്നെയാണ് കിട്ടിയിരിക്കുന്നത്. ദ ബെസ്റ്റ് വോയിസ് ആക്ടർ എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. സോ അതിനുള്ള അവാർഡ് കിട്ടിയിരിക്കുന്നത് ഈ പറഞ്ഞ ആനിമിക്കാണ് കിട്ടിയിരിക്കുന്നത്. അതിന്റെ പ്രൊനൗൺസിയേഷൻ കറക്റ്റ് ആകുന്നില്ല, അതുകൊണ്ടാണ് ഞാൻ പറയാനത്. ഈ ആനിമി ഞാൻ കണ്ടിട്ടില്ല. സോ അയോയുക്കി എന്ന് പറഞ്ഞ ഒരു വോയിസ് ആക്ടറിനാണ് അവാർഡ് കിട്ടിയിരിക്കുന്നത്. ഈ ആനിമി ഞാൻ കാണാത്തത് കൊണ്ട് തന്നെ എനിക്ക് ഇതിനെക്കുറിച്ച് കൂടുതലായിട്ടുള്ള ഇൻഫർമേഷൻ ഒന്നും അറിയത്തില്ല. സോ അതുകൊണ്ട് തന്നെ ഈ പോസ്റ്ററിന്റെ ആദ്യം കാണിച്ചിട്ടുള്ള ഗ്രീൻ കളറിലെ മുടിയുള്ള പെണ്ണിനുണ്ടല്ലോ, ഈ പെണ്ണിനെ വോയിസ് ആക്ട് ചെയ്തിരിക്കുന്ന ആളിനാണ് ലഭിച്ചിട്ടുള്ളത്. ഇന്നത്തെ അവാർഡ് എന്ന് പറയുന്നത് ദ ബെസ്റ്റ് വോയിസ് ആക്ടർ ഇൻ ഇംഗ്ലീഷ് എന്ന്. സോ അത് നമ്മുടെ സോളോ ലെവലിംഗിന്റെ അകത്തിലെ സങ് ജിൻവൂന് വോയിസ് കൊടുത്ത ഒരു ഇംഗ്ലീഷ് വോയിസ് ആർട്ടിസ്റ്റിനാണ് കിട്ടിയിരിക്കുന്നത്. ലെവലിംഗിന്റെ ഇംഗ്ലീഷ് വോയിസ് നല്ലതാണ്, നല്ല കിട്ടിലം വോയിസ് ആണ്. സോ ഇത് അംഗീകരിക്കപ്പെട്ട ാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഈ പറഞ്ഞ കാര്യങ്ങളിൽ നിങ്ങൾക്ക് എന്തെങ്കിലും അംഗീകരിക്കാൻ പറ്റാത്തതായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് കമന്റ് ചെയ്ത് പറയും. നിങ്ങൾക്ക് കമന്റ് ബോക്സ് തുറന്നിട്ടിരിക്കുന്നത് നിങ്ങൾക്ക് സംസാരിക്കാനാണ്. സോ നിങ്ങളുടെ ഡൗട്ട്സ് അല്ലെങ്കിൽ നിങ്ങളുടെ ഒപ്പീനിയൻസ് എല്ലാം നിങ്ങൾ കമന്റ് ചെയ്ത് പറയാൻ വേണ്ടി ശ്രമിക്കുക. പിന്നെ ദ ബെസ്റ്റ് ഡയറക്ടർ ഓഫ് ദ ആനിമി എന്നുള്ള അവാർഡ് കിട്ടിയിരിക്കുന്നത് നമ്മുടെ ഫ്രീറിന്റെ ഡയറക്ടറിനാണ്. അടുത്ത അവാർഡ് എന്ന് പറയുന്നത് ദ ബെസ്റ്റ് ആനിമി സോങ് ആണ്. ഡാൻഡറഡൻ എന്ന് പറഞ്ഞ ആനിമിക്ക് അതിലെ സോങ്ങിനാണ് ഇവർ അവാർഡ് കൊടുത്തിരിക്കുന്നത്. ഏത് സോങ് ആണെന്ന് ചോദിച്ചാൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് തിങ്ക് ചെയ്ത് നോക്കിയാൽ മതി. നമ്മുടെ മറ്റേ സോങ്ങില് പറയുന്ന ആ സോങ്ങിലെ ആ സോങ്ങിനാണ് ഇവർ അവാർഡ് കൊടുത്തിട്ടുള്ളത്. ഇതിന് അവാർഡ് കൊടുത്തതും നല്ല കാര്യമാണ്. പിന്നത്തെ അവാർഡ് എന്ന് പറയുന്നത് ദ ബെസ്റ്റ് സപ്പോർട്ടിംഗ് ആനിമി ക്യാരക്ടർ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ ഫ്രീറിന്റെ അകത്തിലെ ഒരു ആനിമി ക്യാരക്ടറിനും ഒരു അവാർഡ് കൊടുത്തിട്ടുണ്ട്. സോ നെക്സ്റ്റ് എന്ന് പറയുന്നത് ദ ബെസ്റ്റ് റൊമാൻറ്റിക് ആനിമി എന്ന് പറഞ്ഞുള്ള അവാർഡ് കിട്ടിയിരിക്കുന്നത് നമ്മുടെ ബ്ലൂ ബോക്സിനാണ്. ദ നെക്സ്റ്റ് അവാർഡ് ഈസ് ദ ബെസ്റ്റ് ഇസക്കി ആനിമി എന്ന് പറഞ്ഞുകൊണ്ട് റീസീറോ എന്ന് പറഞ്ഞ ആനിമിക്കാണ് അവാർഡ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ റീസീറോ അത്യാവശ്യം നല്ലൊരു കിഡിലൻ സീരീസ് തന്നെയാണ്. നെക്സ്റ്റ് എന്ന് പറയുന്നത് ദ ബെസ്റ്റ് ഡ്രാമ ആനിമി എന്നുള്ള രീതിയിൽ നമ്മുടെ ഫ്രീറിനും അവാർഡ് കൊടുത്തിട്ടുണ്ട്. നെക്സ്റ്റ് അവാർഡാണ് ഒരു കോമൺ സെൻസ് എന്ന് പറഞ്ഞ ഒരു കോമൺ സെൻസ് ഇല്ലാത്ത രീതിയിലാണ് ഈ അവാർഡ് കൊടുത്തിരിക്കുന്നത്. സത്യം പറഞ്ഞാൽ എൻ്റെ കിളി പോയി ഈ അവാർഡ് കണ്ടിട്ട്. ബെസ്റ്റ് കണ്ടിന്യൂയിങ് ആനിമി എന്ന് പറഞ്ഞുകൊണ്ട് ഡീമൺ സ്ലെയറിന്റെ ഹാഷ്ര ട്രെയിനിങ് ആർക്കിന് കൊടുത്തേക്ക് കത്തിയിലെ BGM ഇട്ടിട്ട് പറയാം. എല്ലാവർക്കും നമസ്കാരം. എനിക്ക് വളരെയധികം വിഷമമുണ്ട് എനിക്ക് നിങ്ങളോട് ഈ കാര്യം പറയാൻ വേണ്ടി. ഞാൻ പറയുന്നത് നിങ്ങളൊന്ന് കേക്ക്. എന്ത് പറയാനാണ്, ബെസ്റ്റ് കണ്ടിന്യൂയിങ് ആനിമി എന്ന് പറഞ്ഞ് ഡീമൺ സ്ലെയേഴ്സിനല്ലേ അവാർഡ് കൊടുത്തിരിക്കുന്നത്. എന്ത് കോപ്പാണ് അവന്മാർ കാണിച്ചതെന്ന് എനിക്കറിയത്തില്ല. ഹേ സാർ, നിങ്ങളിങ്ങോട്ട് വന്നേ, നിങ്ങളിങ്ങോട്ട് വന്നേ, നിങ്ങളിങ്ങോട്ട് വാ. നിങ്ങൾ തന്നെയല്ലേ ഇപ്പൊ പറഞ്ഞേ ദ ബെസ്റ്റ് കണ്ടിന്യൂയിങ് ആനിമി എന്ന് പറയുന്നത് ഡീമൺ സ്ലെയർ ആണെന്ന്. വെരി ഗുഡ്. ഡീമൺ സ്ലെയർ വൺ പീസ് കണ്ടിട്ടുണ്ടോ? വൺ പീസിന്റെ ഫസ്റ്റ് സീസൺ കണ്ടിട്ടുണ്ടോ? എന്തിന് വൺ പീസിന്റെ ഫസ്റ്റ് എപ്പിസോഡെങ്കിലും കണ്ടിട്ടുണ്ടോ? ഇതിനേറെ നീ വൺ പീസിന്റെ ഇൻട്രോ സോങ്ങിലെങ്കിലും നീ കേട്ടിട്ടുണ്ടോ? എന്ന് പറഞ്ഞ സാധനത്തിന്റെ ഒരു നിമിഷമെങ്കിലും നീ കണ്ടിട്ടുണ്ടോ? കണ്ടിട്ടുണ്ട്. ഞാൻ വൺ പീസിന്റെ പോസ്റ്റർ കണ്ടിട്ടുണ്ട്. കേട്ടോ, അവൻ പോസ്റ്റർ കണ്ടിട്ടുണ്ടെന്ന്. 1999 വൺ പീസ് തുടങ്ങിയത്. 2025 പൊട്ടോ. താൻ അവിടെ പോയിരുന്നോ? ഇവിടെ നിൽക്കണ്ട. 25 വർഷത്തിൽ മേളിലായി വൺ പീസ് എന്ന് പറഞ്ഞ ആനിമി ഇറങ്ങിയിട്ട്. രണ്ടുമല്ല, 25 വർഷം. എന്നിട്ട് 4 വർഷം മുമ്പ് ഇറങ്ങിയ ഡീമൺ സ്ലെയർ എന്ന് പറഞ്ഞ ആനിമിക്ക് എണ്ണകള് അവാർഡ് കൊടുത്തേക്കുക. ദ ബെസ്റ്റ് കണ്ടിന്യൂയിങ് സീരീസ്. ഞാൻ എന്താ പൊട്ടനാ? ഇത്രയും ഞാൻ ചെയ്തോണ്ടിരുന്ന ഞാൻ ലോകം ഒണ്ണയാണെന്ന് എനിക്കിപ്പോ മനസ്സിലായി. നാറികൾ ഇമാതിരി പരിപാടി കാണിക്കും. ഒന്നും ഇതിനെക്കുറിച്ച് പറയാനില്ല. അടുത്ത അവാർഡ് എന്ന് പറയുന്നത് അതും നമ്മുടെ ഡീമൺ സ്ലെയറിന് തന്നെയാണ്. ബെസ്റ്റ് ആനിമേഷൻ ഡീമൺ സ്ലെയറിന്റെ ഹാഷ്ര ട്രെയിനിങ് ആർക്ക് സീസൺ 4. എനിക്കറിയത്തില്ല ഇത് കാര്യമുണ്ടോ കാര്യമില്ല എന്ന് വെച്ചാൽ സീസൺ 4 ഹാഷ്ര ട്രെയിനിങ് ആർക്കിന്റെ അവസാനത്തെ 2 എപ്പിസോഡ് ബാക്കി നോക്കുന്ന നേരത്ത് ഒരു ആവറേജ് ആനിമിയുടെ ആനിമേഷൻ ആയിരുന്നു ഉണ്ടായിരുന്നത്. പറയത്തക്ക രീതിയിൽ എടുത്തു പറയാൻ വേണ്ടി ഒരു സംഭവമില്ലായിരുന്നു ബാക്കിയുള്ള എപ്പിസോഡ്സിലും. അവസാനത്തെ 2 എപ്പിസോഡ്സ്, ആ 2 എപ്പിസോഡ്സിലും ആനിമേഷൻ കിടിലായിരുന്നു, പ്രത്യേകിച്ച് അവസാനത്തെ എപ്പിസോഡിൽ. ഇത് കുഴപ്പമില്ല, പോട്ട്. എന്നാൽ
കണ്ടിന്യൂയിങ് ആനിമി സീരീസിന് എന്തിനാ ഡീമൺ സ്ലെയറിന് അവാർഡ് കൊടുത്തത്? അവസാനത്തെ അവാർഡായിട്ടുള്ള ദ ആനിമി ഓഫ് ദ ഇയർ സോളോ ലെവലിംഗ്. ഞാൻ നിങ്ങളോടൊരു സീരിയസ് ആയിട്ട് ഞാൻ ഒരു കാര്യം പറയുക. സോളോ ലെവലിംഗ് എന്ന് പറയുന്നത് എപ്പിക് ആനിമിയാണ്. എനിക്ക് നല്ല രീതിയിൽ തന്നെ ഇഷ്ടപ്പെട്ട ഒരു സീരീസ് ആണ്. നല്ല കിടിലൻ ആനിമിയാണ്. എന്നാലും ദ ആനിമി ഓഫ് ദ ഇയർ ആകാൻ വേണ്ടിയുള്ള പറയാതിരിക്കാൻ പറ്റത്തില്ല. ഫ്രീ റൺ ആയിരുന്നു. ഫ്രീ റൺ കിടിലനായിരുന്നു. സോളോ ലെവലിങ്ങിനെ കാട്ടിക്കൊള്ളാം. എന്നിട്ടും ഈ ക്രഞ്ചി റോള് സോളോ ലെവലിങ്ങിന് ആനിമി ഓഫ് ദി ഇയറിന് അവാർഡ് പറഞ്ഞിട്ട് കാര്യമില്ല. ഈ അവാർഡൊന്നും നോക്കിയിരുന്നിട്ട് ഒരു കാര്യമില്ല. എപ്പോഴും ഇതുപോക്ക് തന്നെയാണ് സംഭവിക്കുന്നത്. സാധനത്തിനൊന്നും അവാർഡ് കൊടുക്കാതെ പന്ന സാധനത്തിന് അവാർഡ് കൊടുക്കും. എല്ലാ വർഷവും ഇതുപോക്ക് തന്നെയാണ് സംഭവിക്കുന്നത്. പറഞ്ഞിട്ടൊന്നും ഒരു കാര്യം വേറെ കാര്യങ്ങളൊന്നും പറയാനില്ല. സോ അടുത്ത ദിവസം അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ.